നമസ്കാരം. ഔദ്യോഗികമായി പിൻവലിച്ച ഒമാൻ കറൻസികൾ 2024 ഡിസംബർ 31-നകം ബാങ്കിൽ കൊണ്ടുപോയി പകരം പുതിയ കറൻസികൾ സ്വന്തമാക്കണമെന്ന മുന്നറിയിപ്പുമായി ഒമാൻ ബാങ്ക് അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ നിരോധിക്കപ്പെടാൻ പോകുന്ന കറൻസികൾ സാധുവായ കറൻസികൾക്ക് പകരമായി വാങ്ങണം എന്നാണ് നിർദ്ദേശം. ചില നോട്ടുകൾ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ 31-നോ അതിനു മുൻപോ തൊട്ടടുത്തുള്ള ബാങ്ക് ബ്രാഞ്ച് സന്ദർശിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും CDM ലൊക്കേഷനിൽ നിക്ഷേപിച്ചോ അവ മാറ്റിയെടുക്കണം. ഈ തീയതിക്ക് ശേഷം പിൻവലിക്കപ്പെടുന്ന നോട്ടുകൾ എവിടെയും സ്വീകരിക്കില്ല എന്ന ഉപഭോക്താക്കൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ചില പ്രത്യേക കറൻസികൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുമെന്നും അവ നിയമപരമായി ഉപയോഗിക്കാനാകില്ല എന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പണമിടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും കള്ളനോട്ടുകൾ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത്. ഡിസംബർ 31-ന് ശേഷം ഈ നോട്ടുകൾക്ക് മൂല്യം ഉണ്ടാകില്ല, അവയ്ക്ക് നിയമപരമായ സാധുത ലഭിക്കില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ നോട്ടുകൾ അതിനുശേഷം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഉപയോഗത്തിൽ നിന്ന് പിൻവലിക്കുന്ന നോട്ടുകളിൽ 1995-ലെ 5ാം എഡിഷൻ കറൻസി നോട്ടുകളും ഉൾപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നവീകരിച്ചിറക്കിയ 2000-ന്റെ ബാങ്ക് നോട്ടുകൾ, 2005-ൽ ഇറക്കിയ ഒരു റിയാൽ സ്മാരക ബാങ്ക് നോട്ടുകൾ, 2010-ലെ 20 റിയാൽ സ്മാരക ബാങ്ക് നോട്ട്, 2011-2012 വർഷത്തെ പുതുക്കിയ നോട്ടുകൾ, 2019-ലെ 1 റിയാൽ സ്മാരക ബാങ്ക് നോട്ടും നവീകരിച്ച 50 റിയാൽ ബാങ്ക് നോട്ടും ഉൾപ്പെടുന്നുണ്ട്. ഒമാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളോടും മേൽപ്പറഞ്ഞ ബാങ്ക് നോട്ടുകൾ സ്വീകരിക്കാനും അവയ്ക്ക് പകരം മേൽപ്പറഞ്ഞ കാലയളവിൽ 6ാമത്തെ ലക്കത്തിന്റെ ബാങ്ക് നോട്ടുകൾ നൽകാനും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ നിന്ന് ഈ നോട്ടുകൾ സ്വീകരിച്ച് ഒമാനിലെ സുൽത്താനേറ്റിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ എല്ലാ സ്ഥാപനങ്ങളോടും ചിലർ വ്യാപാരികളോടും CBO നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്.